ഉമ്മയുടെ കണ്ണുനീരിൻ്റെ പ്രതിഫലം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കരഞ്ഞ വ്യക്തി ആരാണ്? സന്തോഷം വന്നപ്പോഴല്ല, നിങ്ങൾ രോഗിയായപ്പോൾ, നിങ്ങൾ വീട്ടിലെത്താൻ വൈകിയപ്പോൾ, നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകുമോ എന്ന ഭയത്തിൽ, രാത്രിയുടെ നിശബ്ദതയിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്ത ആ മനുഷ്യൻ ആരാണ്? അത് നിങ്ങളുടെ ഉമ്മയാണ്. ലോകത്ത് പല കണ്ണുനീരും വീഴുന്നു. പക്ഷേ ഒരു ഉമ്മയുടെ കണ്ണിൽ നിന്ന് മകൻ്റെയോ മകളുടെയോ കാരണത്താൽ വീഴുന്ന കണ്ണുനീർ സാധാരണ വെള്ളത്തുള്ളികളല്ല. അതിൽ സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്, ദുആയുണ്ട്, വേദനയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മഴ പോലെ പെയ്യുന്നത് അവരുടെ ഉമ്മ രാത്രികളിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെയും ദുആയുടെയും ഫലമായിരിക്കും. എന്നാൽ ഒരു ചോദ്യം, നമ്മുടെ വിജയത്തിന് വേണ്ടി കരയേണ്ട ഉമ്മയെ നമ്മുടെ തെറ്റുകൾ കൊണ്ട് കരയിപ്പിക്കുകയാണോ നാം? മക്കൾക്കായി ദുആ ചെയ്യുന്നത്. ഒരു ഉമ്മയുടെ ആത്മാർത്ഥമായ ദുആ അള്ളാഹു സ്വീകരിച്ചേക്കാം. അതുപോലെ മക്കൾ കാരണമായി അവൾ അനുഭവിക്കുന്ന വേദനയും കണ്ണീരും വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനാൽ ഉമ്മയെ സന്തോഷിപ്പിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നത് ഒരു വലിയ ഇബാദത്താണ്. ഇന്ന് ജീവനോടെ ഉമ്മ ഉള്ളവർ അവളുടെ കൈ പിടിക്കൂ, അവളെ ചേർത്ത് പിടിക്കൂ. ഉമ്മ എന്നോട് പൊറുക്കണം എന്ന് പറയൂ. ഉമ്മ ഇല്ലാത്തവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ, സദഖ ചെയ്യൂ. അള്ളാഹുവിനോട് അവരുടെ പദവി ഉയർത്തിത്തരണമെന്ന് അപേക്ഷിക്കൂ. മക്കൾക്കായി ദുആ ചെയ്യുന്നത്. ഒരു ഉമ്മയുടെ ആത്മാർത്ഥമായ ദുആ അള്ളാഹു സ്വീകരിച്ചേക്കാം. അതുപോലെ മക്കൾ കാരണമായി അവൾ അനുഭവിക്കുന്ന വേദനയും കണ്ണീരും വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനാൽ ഉമ്മയെ സന്തോഷിപ്പിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നത് ഒരു വലിയ ഇബാദത്താണ്. ഇന്ന് ജീവനോടെ ഉമ്മ ഉള്ളവർ അവളുടെ കൈ പിടിക്കൂ, അവളെ ചേർത്ത് പിടിക്കൂ. ഉമ്മ എന്നോട് പൊറുക്കണം എന്ന് പറയൂ. ഉമ്മ ഇല്ലാത്തവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ, സദഖ ചെയ്യൂ. അള്ളാഹുവിനോട് അവരുടെ പദവി ഉയർത്തിത്തരണമെന്ന് അപേക്ഷിക്കൂ. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം വരും, ഉമ്മയുടെ ഫോൺ ഇനി വരില്ല. ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യം കേൾക്കില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ കാത്തിരിക്കുന്ന ആ മുഖം കാണില്ല. അപ്പോൾ എത്ര കരഞ്ഞാലും ഒരു ഉമ്മ എന്ന വിളിക്ക് മറുപടി കിട്ടില്ല. അതുകൊണ്ട് ഉമ്മ ജീവനോടെ ഉള്ള ഈ സമയം തന്നെ അവളെ സന്തോഷിപ്പിക്കാം. അവളുടെ കണ്ണിൽ കണ്ണുനീർ വരുത്താതെ പുഞ്ചിരി വിരിയിക്കുന്ന മക്കളാകാം. അള്ളാഹുവേ, നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ബർക്കത്തും നൽകണമേ. നമ്മുടെ കാരണത്താൽ അവളുടെ കണ്ണിൽ കണ്ണുനീർ വീഴേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കണമേ. ആമീൻ.